തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ തിരുനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ദിവ്യ തിരുവെഴുത്തുകളെ നമുക്കവിടുന്ന് പകർന്നു തരുമാറാകട്ടെ. ആ തിരുവെഴുത്തുകൾ നമ്മളെ മോൾഡ് രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് തിരുനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ 89-ാമത്തെ സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരു 5 പാർട്ടോളം നമ്മൾ ധ്യാനിച്ചു, 4 പാർട്ടോളം ധ്യാനിച്ചു. ദീർഘമായൊരു അധ്യായമാണ്. അതിൽ വിശിഷ്ടമായ കാര്യങ്ങൾ, വിശേഷമേറിയ കാര്യങ്ങൾ അടങ്ങിയിരിക്കും. നമ്മളത് ഓരോന്നാണ് നമ്മൾ ചിന്തിച്ചു. തുടർന്നും ദൈവത്തിൻ്റെ കൃപ നമ്മളെ വഴി നടത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകൾ നമുക്കത് മനസ്സിലാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 26 മുതൽ അവൻ എന്നോട്, നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഞാൻ അവൻ്റെ ദയയെ എന്നേക്ക് കാണിക്കും. എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അവൻ്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവരിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. അവിടെ ഒരു മ്യൂസിക് നോട്ട് തീരുകയാണ്. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക്. അത് 2 ശമൂവേൽ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദാവീദിനോട് ഈ ശലോമോനിൽ കൂടെ ദൈവം സ്ഥിരമാക്കുമെന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പോൾ ഈ ഒരു എന്നാൽ ഇത് ശലോമോനിൽ തന്നെ നിവൃത്തിയാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ് ആ സിംഹാസനം സ്ഥിരമാക്കുന്നത് നമ്മൾ കാണുന്നത്. ദാവീദിൻ്റെ പുത്രനായി വന്നു കർത്താവായ യേശുക്രിസ്തു. നമ്മൾ ചിന്തിച്ചു കർത്താവായ ക്രിസ്തുവിലാണ്. കാരണം ശലോമോനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ ശലോമോനിലും വലിയവൻ ഇവിടെയുണ്ട് നിങ്ങളോട് പറയുമെന്ന് പറയുകയാണ്. ശലോമോൻ പണിത ആ ദേവാലയത്തിൻ്റെ അവിടെ പ്രാകാരങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നൊരിതാണ്, ശലോമോനേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. യോനായേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശലോമോൻ പണ്ട് ദേവാലയത്തെ നോക്കി, അത് പിന്നെ റീബിൽഡ് ചെയ്തതാണ്. ആ ദേവാലയത്തെ നോക്കി കല്ലിന്മേൽ കല്ല് ഇല്ലാതെ ശേഷിക്കുകയില്ല എന്നവിടെ പറയുന്നുണ്ട്. ദേവാലയ നാശത്തെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറയുന്നുണ്ട്. അതപ്രകാരം തന്നെ സംഭവിച്ചു. ഇന്നേക്കോദന്മാർക്ക് ദേവാലയമില്ല, അത് പണിയപ്പെടുമെന്നൊക്കെയാണ് പ്രവചന നിവൃത്തിയായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ പുത്രനെ കുറിച്ചുള്ളൊരു മനോഹരമായൊരു വാക്കവിടെ പറയുന്നുണ്ട്. കാരണം ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുന്നുണ്ട് മറിയോട്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എൻ്റെ അടുത്ത് ഞാൻ കയറിപ്പോകുന്നുവെന്ന്. അപ്പോൾ പുത്രൻ തമ്പുരാൻ കർത്താവായ യേശുക്രിസ്തുവിന് പിതാവിനായിട്ടുള്ള ബന്ധമല്ല നമുക്ക്. നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാണ്. എന്നാൽ അവൻ ആദ്യജാതനാണ്, അവൻ ഏകജാതനാണ്, അവൻ ആദ്യജാതനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവവും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനുമായി നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനകളുണ്ട്. ക്രീഡ്, വിശ്വാസ പ്രമാണത്തിൽ നൈസിൻ ക്രീഡിലൊക്കെ അങ്ങനെ വാക്കുകളുണ്ട് അല്ലേ. ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ കർത്താവായ യേശുക്രിസ്തുവിലാണ് ഈ സിംഹാസനമൊക്കെ സ്ഥിരപ്പെടുത്തുന്നത് നമ്മളോട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവൻ എന്നോട്, നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഇത് ദാവീദും പറയുന്നുണ്ട്. ശലോമോൻ്റെ ജീവിതത്തെയൊക്കെ ഇത് അനുഭവമാണ്. എൻ്റെ പാറയ്ക്ക്, എൻ്റെ രക്ഷ നീയല്ലോ എൻ്റെ പാറ
എൻ്റെ പാറ, മാറ്റമില്ലാത്ത പാറ എന്നൊക്കെ ദാവീദ് ദൈവത്തെ സാക്ഷിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും, ഞാൻ അവൻ്റെ ദയ എന്നേക്കും കാണിക്കും. ഇവിടെ ഞാനവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരെ ശ്രേഷ്ഠനുമാക്കും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ളതാണ്. ഇനി ഇസ്രായേൽ എന്ന ജാതിയെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആദ്യജാതൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആദ്യജാതൻ എന്ന രീതിയിൽ. തുടർന്ന് നമ്മൾ കർത്താവ് യേശുക്രിസ്തു കൂടെ വിജാതീയരെ, അത് മറ്റുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്നാൽ ആദ്യജാതൻ എന്ന് വരുമ്പോൾ അവിടെ ഇസ്രായേലിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. രണ്ടാമതാണ് സഭ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ചില മർമ്മങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കൊലോസ്യർ 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശുക്രിസ്തു ആരാണ്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. കണ്ടോ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, ഇമേജ്, സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ത്രൂ ക്രൈസ്റ്റ്. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പിനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇത് പുത്രനായ യേശുക്രിസ്തു, പുത്രനെ കുറിച്ചുള്ളതായ ഒരു മുൻ പ്രവചന ഇതാണ് അവിടെ കാണുന്നത്. തുടർന്ന് വായിക്കുകയാണ് 28-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവന് എൻ്റെ ദയ എന്നേക്കും കാണിക്കും, എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും, ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുന്ന കാണുന്നത്. മാനുഷികമായ ഇതൊക്കെ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിൻ്റെ സിംഹാസനയ്ക്ക് നിലനിൽക്കുമെന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് അത് നിലനിർത്തപ്പെടുന്നത്. മനുഷ്യമായ ഭരണകൂടങ്ങളെല്ലാം മാറിപ്പോയല്ലോ, ശലോമോനും മാറ്റപ്പെട്ടു, എല്ലാവരും മാറ്റപ്പെട്ടു. അത് പിന്നെ പൂർത്തീകരിക്കപ്പെടുന്ന കർത്താവ് യേശുക്രിസ്തു എന്നാണ് അവിടെ കാണുന്നത്. അവൻ്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയുമില്ല. ഈ 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ തന്നെ വരുമ്പോൾ കാണുന്നുണ്ട് 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തോടെ, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിൻ്റെ മുമ്പ് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവന് നീങ്ങിപ്പോവുകയില്ല. ഈ ദേവാലയ നിർമ്മിതിക്ക് മുമ്പൊക്കെ ഈ ശലോമോനോട് ദാവീദ് മുഖാന്തരം അത് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 28-ാമത്തെ 1 ദിനവൃത്താന്തം 28-ാമത്തെ അധ്യായം പറയും 6-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നോട്, നിൻ്റെ മകനായ ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും. ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ അവന് പിതാവായിരിക്കും. അവൻ ഇന്ന് ചെയ്യുന്ന പോലെ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിക്കുവാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവൻ്റെ രാജ്യത്തെ എന്നേക്ക് സ്ഥിരമാക്കും എന്നരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാൺകെ നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങൾക്ക് മക്കൾക്ക് ശാശ്വത കോശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നീ എന്നെ അന്വേഷിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ എന്നെ ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെയും എന്നേക്കും തള്ളിക്കളയുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവാനൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്. ദൈവം മുൻകൂട്ടി കണ്ടു കാണും ഈ ശലോമോന് സംഭവിക്കാൻ പോകുന്ന ആ വിശ്വാസത്യാഗങ്ങൾ. കാരണം അവൻ ബഹുഭാര്യത്വം സ്വീകരിച്ച് അനവധി ഫറവോൻ ഈ മിസ്രൈമിൽ നിന്ന് ഒത്തിരി ജനത്തെയെല്ലാം സമ്പാദിച്ചു. അവരെല്ലാം ഇവൻ്റെ ഹൃദയത്തെ അവസാന നാളുകൾ അന്യദേവന്മാരിലേക്ക് വശീകരിച്ച് കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവരവരുടെ ഇഷ്ടദേവന് ബലിപീഠങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ ഈ ശലോമോൻ
അങ്ങനെ ശലോമോൻ്റെ ശ്രദ്ധയെല്ലാം മാറിപ്പോയതായി. ദൈവത്തിന് അനിഷ്ടമായതൊരു ശലോമോൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ദേശമെല്ലാം വിഭാഗിക്കപ്പെട്ടു. 12 ഗോത്രങ്ങളെ 2 ഗോത്രം മാത്രം ശേഷിച്ചിട്ട് 10 ഗോത്രം വേറൊരുവൻ ശലോമോൻ്റെ തന്നെ ഭൃത്യനായിരുന്ന ഒരുവൻ വന്ന് അത് എടുക്കുന്നുണ്ട്. അവനത് അവകാശമാക്കുകയാണ്. അതൊക്കെ ശലോമോന് ദൈവം കൊടുത്ത ശിക്ഷയായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് എത്ര ജ്ഞാനമെല്ലാം കിട്ടിയ മനുഷ്യനാണെങ്കിലും അവൻ അത് ഓർക്കാതെ അവൻ ദൈവത്തിന് അകന്നുപോയി, ദൈവിക പ്രമാണങ്ങൾ നകന്നുപോയി. എപ്പോഴും ഒരു കോപ്പി, ഈ ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് രാജാവിൻ്റെ കൈവശം വച്ചിരിക്കണമെന്നാണ് ആവർത്തന പുസ്തകത്തിലേക്ക് രാജാവിൻ്റെ നിയമത്തെക്കുറിച്ച് പറയുന്നത്. അവൻ എപ്പോഴും അത് നോക്കിയാണ് അവൻ വിധിക്കേണ്ടത്, അതിൽ നിന്ന് തെറ്റിപ്പോകരുത്. എന്നാൽ ശലോമോൻ കുതിരകളെ സമ്പാദിക്കരുതെന്ന്, രാജാക്കന്മാർ അനവധി കുതിരകളെ സമ്പാദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ലംഘിച്ചു. അവൻ കുതിരകളെ വലിയൊരു സ്വരൂപിച്ചു. പിന്നെ അന്യജാതിക്കാരെ അങ്ങനെ അവൻ അനേകം ഭാര്യമാരുണ്ടായിരിക്കരുതെന്ന് പറഞ്ഞ് അത് തെറ്റിച്ചു. എല്ലാം തെറ്റിച്ചങ്ങനെ ദൈവവഴി വിട്ട് പോകുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവിടെ 32-ാമത്തെ വാക്യം, സങ്കീർത്തനം 80-32, ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ട് സന്ദർശിക്കും. അവിടെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവർക്ക് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അതിരങ്ങൾ പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുന്നിൽ സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെപ്പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. ദൈവം ഈ ദാവീദിന് മുമ്പ് തിരഞ്ഞെടുത്താണ് ശൗലെന്ന് പറയുന്നത്. പക്ഷെ ശൗലും ദൈവത്തിൻ്റെ ദയ നീക്കിക്കളഞ്ഞു. കാരണം അവൻ ദൈവം പറഞ്ഞൊന്നും അനുസരിച്ചില്ല. അനുസരണക്കേടാണ് മുഴുവൻ അവൻ കാണിച്ചെന്ന് കാണുന്നുണ്ട്. ശലോമോൻ അനുസരിച്ചു, എങ്കിലും അവസാനം വരെപ്പോൾ മാറിപ്പോയി എന്ന് കാണുന്നു. പക്ഷേ അതിൻ്റെ ദൈവം ശിക്ഷകൾ ദണ്ഡനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ശലോമോനിലല്ല ആ സിംഹാസനം സ്ഥിരമാക്കിയത്, കർത്താവായ യേശുക്രിസ്തുവിലാണ്. അതാണ് വിശ്വസ്തതയും ദയയും അവൻ്റെ അടിസ്ഥാനം, നീതി അവൻ്റെ അടിസ്ഥാനം. വിശ്വസ്തതയും ദൈവം കൂടെ കൂടെ പറയുന്നതാണ്. കാരണം നമ്മളായിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തതയുമാണ്. അവൻ നമ്മളെ, ഞാൻ നിന്നെ ഒരുന്താണ് തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല, കൈയിടുകയില്ല വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എപ്പോഴും വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവനൊരിക്കലും വാക്കുമാറുകയില്ല. അപ്പോൾ അവൻ ഓരോന്ന് അരളി ചെയ്യുമ്പോഴും നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, അവിടുത്തെ ദയ, അവിടുത്തെ മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, അവൻ തൻ്റെ കരുണപ്രകാരം അത്രയും നമ്മളെ രക്ഷിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിൽ. നമ്മുടെ നീതിപ്രകാരമല്ല നമ്മളെ രക്ഷിച്ചത്, തൻ്റെ കരുണയത്രേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുകയാണ്. പുത്രനിലാണ് ഈ സിംഹാസനം, നീതിയുള്ള രാജാവ് എന്നൊക്കെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. സമാധാന പ്രഭു, ദ പ്രിൻസ് ഓഫ് പീസ് എന്ന് പറയും, അല്ലെ, സമാധാന പ്രഭുവാണവൻ. ഇതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്, ശലോമോനിലല്ല, ദാവീദിലുമല്ല. അതൊക്കെ സിംബോളിക്കായിട്ട് പറഞ്ഞിട്ട് അത് ക്രിസ്തുവിൽ കൊണ്ടുവന്നത് പൂർത്തീകരിക്കപ്പെടുക ദാവീദിൻ്റെ പുത്രൻ ഹോശന്ന എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ സിംഹാസനം എന്നേക്കും വാഴ്ത്തപ്പെട്ടത്, നീണ്ടത്, സ്ഥിരമായുള്ളതെന്നൊക്കെ നമ്മൾ അവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിലെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നവരിത്. തുടർന്നുള്ള ഭാഗം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇതിനെല്ലാം ഉത്തരങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ ഇന്നത്തെ ഇതിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം നമ്മളോട് ചേർന്നിരിക്കും. എന്നാൽ നമ്മൾ അകന്നു പോകുമ്പോൾ ദൈവം തൻ്റെ വടി കൊണ്ട്, മനുഷ്യപാശങ്ങൾ കൊണ്ട് ഒക്കെ നമ്മളെ ശിക്ഷിക്കുന്നതായിട്ട്, ആ ദൈവം നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്, ശിക്ഷണം തരുന്നൊരു ദൈവം. സ്നേഹവാനായ ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന് അവിടുത്തെ കൃപയ്ക്കായ സ്തുതി. അവിടുത്തെ വിശ്വസ്തതയും ദയയെയും കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നപ്പോൾ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. ഞങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും വാക്ക് മാറാത്ത ദൈവമാണ്. അവിടുത്തെ ദയ തീർന്നു പോകാത്തതാണ്, കരുണ തീർന്നു പോകാത്തതാണ്. അത് രാവിലെ തോറും പുതിയതാണ് നിങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നു. അവിടുത്തെ ദേവനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ സങ്കീർത്തനത്തിലൊക്കെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ആവർത്തിച്ച് കാണുന്നുണ്ടപ്പാ. ഞങ്ങൾക്ക് നിൻ്റെ ദയയും നിൻ്റെ കരുണയും മനുഷ്യപ്രീതിയും എല്ലാം അത് ഉദിച്ചത് ക്രിസ്തുവിലാണ് ഞങ്ങൾ കാണുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഓർത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്ക് മുതിർന്ന് വളരുവാൻ, നിൻ്റെ ഹിതമെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം നന്മകളെ നിറയ്ക്കണം, അകത്തോടെ മാത്രം എടുക്കണം. പുതുപുത്ത ഒരു നാമത്തിൽ